ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കീ ചെയിനാട്ടോ. സംഭവം ഇത് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു വാവ് വെരി നൈസ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയൊരു സംഭവമായിരുന്നു. പക്ഷേ ഇത് കൂടുതൽ ഇറങ്ങി ഇതിലേക്ക് കൂടുതൽ വരുമ്പോഴാണ് അമ്മോ ഇത്രയും ബുദ്ധിമുട്ടുള്ള പണി വേറെ ഇല്ല എന്ന് തോന്നുന്നത്. സംഭവം നമ്മൾ ഈ ക്രോഷോ ഐറ്റംസിനൊക്കെ നമ്മൾ വിചാരിക്കും ഓ എന്താ റേറ്റ്, ഒടുക്കത്തെ റേറ്റ്. പക്ഷേ നമ്മളത് ഒരിക്കലും ഒരു മെഷീൻ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളല്ല, നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് കൈകൊണ്ട് കുറേ നേരം ഇരുന്നിരുന്ന് ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മെയിനായിട്ട് എക്സ്പെൻസ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉപയോഗിക്കുന്ന വൂളുകൾ പല ടൈപ്പായിരിക്കും. അപ്പോൾ ഈ വൂളുകളിൻ്റെ റേറ്റിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇതും കൂടി ഇപ്പം ബേബീസ് ക്ലോത്തിനൊക്കെ നമുക്ക് 1000 മുകളിലായിരിക്കും ഇതിൻ്റെ റേറ്റ് പോവുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു കീ ചെയിൻ ഒരു 100 ആ റേഞ്ചിൽ നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ വൂളിന് വ്യത്യാസം അനുസരിച്ച് ഇത് ചിലപ്പോൾ 50 മാറും, 150, 200. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പാറ്റേൺ അനുസരിച്ചും ഇതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇനി എന്നോട് ആരും ചോദിക്കരുത് എന്താണ് ഇത്ര എക്സ്പെൻസീവ് എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ 2 നൂലാട്ടം സെലക്ട് ചെയ്തേക്കണത്. അല്ല, ഈ നൂലല്ല, ഇത് ഞാൻ ഡെമോയ്ക്ക് വേണ്ടിയിട്ട്. കാരണം എനിക്ക് എന്ത് പ്രോജക്റ്റ് കിട്ടുകയാലും ഞാൻ ഫസ്റ്റ് ഒരു ഡെമോ നൂല് വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഒറിജിനൽ നൂലിക്ക് കിടക്കുള്ളൂ. ഈ 2 കളറാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിൽ കറക്റ്റ് ഗ്രീൻ അവൈലബിൾ ആയിരുന്നില്ല. എൻ്റെ ഈ ഒരു ഗ്രീനും റെഡുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പിള്ളേരുണ്ട്, അതുകൊണ്ട് പറയണ്ടല്ലോ, ഊതും ബഹളം. അത് വെച്ച് ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തത് ഈ ലെവലാക്കി. ഇടയ്ക്ക് വന്ന് ചോദിക്കേണ്ട അമ്മ എനിക്ക് തരൂ. ലാസ്റ്റ് ഇത് ഞാൻ അവന് കൊടുക്കാമെന്ന് തീരുമാനിച്ച്. അപ്പം രണ്ടാമത്തെ അമ്മ എനിക്കും വേണം. അപ്പോൾ എന്തായാലും അവന് ഞാൻ വേറെ പാറ്റേണിലായിട്ട് ഉണ്ടാക്കി കൊടുക്കണത്, അതിന് പിന്നെ അപ്ലോഡ് ചെയ്യാം. ഇത് രണ്ടും 2 പാറ്റേണിലാണ് ഉണ്ടാക്കുന്നത്. സംഭവം നമ്മൾ ഇൻസ്റ്റയിൽ പാറ്റേണൊക്കെ നോക്കുകയാണെങ്കിൽ പാറ്റേൺ തന്നെ നല്ലൊരു റേറ്റ് കൊടുക്കണം, എന്നാൽ മാത്രമേ അവർ നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ പാറ്റേൺ തന്നെ എടുത്ത് കാണിച്ചു തരുള്ളൂ. എന്തായാലും ഇതൊക്കെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന പാൻറ്റുകളാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ ഇതാട്ടെ എൻ്റെ കീ ചെയിൻ. ഭംഗിയിൽ ഇത് ഞാൻ ലാസ്റ്റ് അവൻ്റെ ബാഗിൽ തൂക്കിയിട്ട് കൊടുക്കുകയും ചെയ്തു. നമുക്കിപ്പോൾ നമ്മുടെ ക്രോഷോ പേജിൽ ഇപ്പോൾ ബാഗ്സ് അവൈലബിൾ അല്ല. ഉണ്ണികളുടെ ഡ്രസ്സ്, ഇതേപോലെ കീ ചെയിനുകൾ, പിന്നെ ഹെയർ ബാൻഡ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഡോൾസ്, ബേബിയുടെ ഡോൾസ്, ടെഡി ബിയർ, അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ കുറച്ച് പിക്സ് ഇതിൻ്റെ അവസാനമായിട്ട് കൊടുക്കട്ടെ. ഇതാട്ടാ ലാസ്റ്റ് അവൻ്റെ ബേഗിൽ തൂക്കിയിട്ടുള്ളൊരിത്. ഇതിൽ സെക്കൻഡ് കാണിക്കുന്ന പാറ്റേൺ ഇതൊക്കെ സെപ്പറേറ്റ്, അതായത് നമുക്ക് ഒരു കാര്യം തന്നെ വിവിധ ടൈപ്പ് പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ പേജിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആട്ടോ. ഇതിനൊക്കെ ഏകദേശം ഒരു 500 ആ റേഞ്ചിലേക്ക് പോട്ടാം. അപ്പം ടാ.